മൂന്നാമതൊരു എഞ്ചിനീയർ കൂടി ഉണ്ടെന്ന് കേട്ടു. ധ്യാൻ ശ്രീനിവാസൻ എന്നാണ് ഇതിന്റെ പേര്. മൂന്ന് മാത്രമല്ല, ആക്ച്വലി ഞങ്ങളുടെ കൂടെ 3-4-5 പേരുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, മിസ്റ്റർ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, ജൂഡ് ആന്റണി. ക്ലബ് FM 94.3 കലക്കൻ റീചാർജിൽ വൈശാഖാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് 2 പേരുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഒന്നിലധികം മേഖലകളിൽ താല്പര്യവും അതുപോലെ തന്നെ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് മേഖലയ്ക്ക് അതൊരു തിരിച്ചടിയായിരിക്കും. അങ്ങനെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് ഏറ്റ 2 തിരിച്ചടികൾ ആണ് അവർക്ക് ഉണ്ടായ നഷ്ടമാണ് ശരിക്കും നമ്മുടെ കൂടെയുള്ളത്. കാരണം അവർ ഫോക്കസ് ചെയ്തതും അവർക്ക് പാഷൻ ഉണ്ടായതും അവർക്ക് എക്സ്ട്രീംലി ടാലന്റ് ഉണ്ടായതും സിനിമയിലായിരുന്നു. അപ്പോൾ ആ 2 പേർ, ഒരാൾ നിർമ്മാതാവാണ്, ഒരാൾ നടനും നിർമ്മാതാവുമാണ്. അജു വർഗീസ് ആൻഡ് വിശാഖ് സുബ്രഹ്മണ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം ബ്രോസ്. നമസ്കാരം. യെസ്, എന്തുണ്ട് വിശേഷം? ഒരു രസം ആയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ കാണുന്ന സമയത്തൊക്കെ വളരെ എക്സൈറ്റിംഗ് ആകുന്നുണ്ട്. സിനിമ കാണാൻ ഒരു ആവേശം വരുന്നുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു. റെസ്പോൺസിനും ഒരുപാട് നന്ദി. അതെ അതെ അതെ. അപ്പോ നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയതുകൊണ്ട് 2 എഞ്ചിനീയർമാരോടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സ് ഡേ അല്ല, എഞ്ചിനീയേഴ്സിന്റെ എന്റെ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു കോളേജിൽ. അതുകൊണ്ട് ഇതിന് എത്ര സമയം? കുറച്ച് ഉണ്ടായിരുന്നുണ്ട്. 10-15. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റിയില്ല. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മേഖലയ്ക്കേറ്റ 2 നഷ്ടങ്ങൾ തന്നെയാണ്. സിനിമാ മേഖലയ്ക്ക് ഉണ്ടായ 2 നേട്ടങ്ങൾ. അപ്പോ നിങ്ങളുടെ കൂട്ടത്തില് 3ാമതൊരു എഞ്ചിനീയർ കൂടി ഉണ്ടെന്ന് കേട്ടു. ധ്യാൻ ശ്രീനിവാസൻ എന്നാണ് ഇതിന്റെ പേര്. 3 മാത്രമല്ല, ആക്ച്വലി ഞങ്ങളുടെ കൂടെ 3-4-5 പേരുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, മിസ്റ്റർ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, ജൂഡ് ആന്റണി, ജോസഫ്. നഷ്ടങ്ങളൊരു പേമാരിക്കാലമാണ് അല്ലേ? അപ്പോ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് അതാണ്, എന്തുകൊണ്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് തെരഞ്ഞെടുത്തു? +2 കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഫാക്ടർ എന്തായിരുന്നു നിങ്ങളത് സെലക്ട് ചെയ്യാനുള്ള? എനിക്ക് പ്രത്യേകിച്ച് ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും എഞ്ചിനീയറിംഗിന് പോകുമായിരുന്നു. അപ്പൊ ഞാനും വീട്ടിൽ പറഞ്ഞു എഞ്ചിനീയറിംഗ് ആണ് ടേണിംഗ് പോയിന്റ്. ഞാനും പോയി. എന്റെ കാര്യത്തില് വീട്ടിൽ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ മക്കളെല്ലാം എഞ്ചിനീയർ ആയിരുന്നു. അതുകൊണ്ട് എന്റെ മോന് എഞ്ചിനീയർ ആവണമെന്ന് എന്നെ കൊണ്ട് ചേർത്തതാ. കുടുംബത്തിൽ വേറെ എഞ്ചിനീയർ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര പെടാപ്പെട്ട് എഞ്ചിനീയറിംഗ് പാസ്സാൻ വേണ്ടി വന്നു. ആണല്ലേ? എന്നാലും എഴുതിയെടുത്ത ആൾക്കാരാണ് എന്തായാലും. എഴുതിയെടുത്ത് പാസ്സായി, ഭാഗ്യത്തിന് പാസ്സായി. സൂപ്പർ സൂപ്പർ. ഇവിടെ അത് തന്നെ വലിയൊരു കടമ്പയാണ് പലർക്കും. ഏതായിരുന്നു എഞ്ചിനീയറിംഗില്? ഏത് മേഖലയിലായിരുന്നു നിങ്ങള്? കമ്പ്യൂട്ടർ സയൻസ് ഏതായിരുന്നു? മെക്കാനിക്കൽ ബോയ്സ്. ഞാൻ റോയൽ മെക്സ് രണ്ടാളും? അല്ല, ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെപ്പോഴും എല്ലാവരും പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പഠിച്ചതിന്റെ, ഇപ്പൊ ബിടെക് പഠിച്ചതിന്റെ ഗുണം ഇപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? ഈ 4 വർഷം നമ്മൾ പഠിച്ചത് എൻജിനീയറിങ്ങിനേക്കാളും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ വേറെ പല കാര്യങ്ങളാണ്. കാര്യം നമുക്ക് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ. എന്ത് സിറ്റുവേഷനിലും നമുക്ക് ജീവിക്കാൻ പറ്റുക. അതായത് ഇപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ദിവസങ്ങളിൽ നമ്മൾ 10 രൂപയ്ക്കും ജീവിച്ചിട്ടുണ്ട്, 100 രൂപയ്ക്കും ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1000 രൂപ അന്ന്, 1000 രൂപ അന്നും ബിഗ് എമൗണ്ട് തന്നെയാണ്. 1000 രൂപ കിട്ടുമ്പോഴും അത് എൻജോയ് ചെയ്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. മാത്രമല്ല, അന്ന് ഈ പറഞ്ഞ പോലെ കടം വാങ്ങിക്കാൻ നമ്മൾ ട്രെയിനിങ് എടുത്തത് കൊണ്ടാണ് ഒരു പരിധിവരെ ലവ് ആക്ഷൻ ഡ്രാമയുടെ സമയത്ത് കൂട്ടുകാരോടൊക്കെ കടം ചോദിക്കാൻ പറ്റിയത്. അപ്പോൾ അത് വളരെ ഗുണകരമായിരുന്നു. അത് ഇവിടെ തന്നെയായിരുന്നു പഠിച്ചത് നിങ്ങൾ രണ്ടാളും? വിശാഖ് ബിസിനസ്സിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പം നമുക്ക് എന്റെ കോളേജ് മെമ്മറീസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഒരു സ്ഥലം കാണുമല്ലോ. ഇപ്പൊ അജു പറഞ്ഞ പോലെ ഇപ്പൊ ക്യാമ്പസിനകത്ത് നമ്മുടെ സിലബസിനെക്കാട്ടിലും എന്റെ വെളിയിലൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ. അപ്പം അത്രയ്ക്ക് ആഴത്തിലൊരു ബോണ്ടിങ്. അപ്പം നമ്മൾ ഈ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഇത്രത്തോളം അവിടെ നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ആണെന്ന് അറിയത്തില്ല. വൺസ് ഈ ക്യാമ്പസിന് വെളിയിൽ പോയിട്ട് നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ക്യാമ്പസ് ലൈഫ് നമുക്ക് എന്തുകൊണ്ടും വളരെ വേണ്ടപ്പെട്ടതായിരുന്നു.
നമ്മുടെ കുറേ കാര്യങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇത്രയും ഡെപ്തും ഇപ്പം ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാൻ ഒരു 4-5 ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഉണ്ട് കോളേജിൽ ഇപ്പോഴും. സോ ഡെഫിനറ്റ്ലി ഒരു കോളേജ് ഇസ് ആൻ ഇമോഷൻ. ഇപ്പം നമ്മൾ ഹൃദയം നോക്കിയാൽ തന്നെ കോളേജിന്റെ ഒരു വലിയ കാര്യങ്ങൾ ആ പടത്തിൽ പറയുന്നുണ്ട്. ഹൃദയം ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് വിനീതും ഞാനും പഠിച്ച കോളേജിൽ തന്നെയാണ്, മദ്രാസിലെ. അപ്പം അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ വിനീതിന്റെ അന്നുള്ള അദ്ദേഹത്തിന്റെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ പടത്തിലുണ്ടാവാം. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. വിനീതിന്റെ മാത്രമല്ല അളിന്റെയും ഉണ്ട്. വായിച്ചിട്ടില്ല. എല്ലാവരുടെയും മൊമെന്റ്സ് ആക്ച്വലി ആ പടം കാണുമ്പോൾ കുറെ പേര് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കോളേജ് മൊമെന്റ്സ് മിസ് ചെയ്യാനുള്ള നല്ല ഇതുണ്ട്. കാരണം ഞങ്ങളത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത്രയും ഇമോഷണലി ബോണ്ടായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഹൃദയത്തിന്റെ. സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ അല്ലേ, ഇപ്പോൾ നിങ്ങൾ തന്നെ നിർമ്മിച്ചൊരു സിനിമയാണ് ലവ് ആക്ഷൻ ഡ്രാമ. അപ്പോൾ നിങ്ങളുടെ കോളേജ് ലൈഫിലും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? കാര്യമായിട്ട് ലവ് ആക്ഷൻ ഡ്രാമ എടുത്തെടുത്ത് പറയാൻ പറ്റുമോ? ലവ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആക്ഷൻ ഉണ്ടായിരുന്നു. എന്റെ കോളേജിൽ ആക്ഷനും അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. നമ്മൾ ആക്ഷൻ താല്പര്യപ്പെട്ടില്ലായിരുന്നു. അവിടെ ചെന്നൈ ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, ഒരു ആക്ഷൻ ഇല്ലാത്ത കോളേജ് ഇല്ലല്ലോ. അത് മെക്കാനിക്കൽ ബോയ്സ് ചുമ്മാ നോക്കിയാൽ മതി ഒരു ആക്ഷൻ നടക്കാൻ വേണ്ടി. അങ്ങനെ കോളേജിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ട് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല തിരിച്ച്. ഗ്യാൻ ശ്രീനിവാസൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തില്ല ആക്ച്വലി എഞ്ചിനീയറിംഗില്. അപ്പൊ ഞാൻ ഡെസ്ലിസി ഇരുന്ന സമയത്ത് പുള്ളി അപ്പുറത്തെ കോളേജിൽ പഠിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ആയിരുന്നു ഇവിടെ. ഞാൻ പിന്നെ അങ്ങനെ കുറച്ചും കൂടെ ഭയങ്കര ബുദ്ധിയായതുകൊണ്ട് ഭയങ്കര കുറച്ച് ഹയർ സ്റ്റഡീസിലുള്ള താല്പര്യമുള്ളതുകൊണ്ട് പോയി. അത് ഒന്നിൽ നിന്ന് മാത്രമുള്ള ഒരു ഇത് പോരാ, പല മേഖലകളിൽ സഞ്ചരിച്ചാലേ ചിലപ്പോ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. ഇപ്പൊ അജുബ്രോനോട് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയായിരുന്നോ? ലവ് ആക്ഷൻ ഡ്രാമ സമാസമമാണോ? ഏതാണ് കൂടുതൽ ഉണ്ടായിരുന്നത് കോളേജ് ലൈഫിൽ, എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫിൽ? ആക്ഷൻ ഇല്ലായിരുന്നു, ബാക്കിയെല്ലാം ലവും ഡ്രാമയും ആവശ്യമുണ്ടായിരുന്നു. ലവും ഡ്രാമ ഇല്ലാത്ത ക്യാമ്പസ് ലൈഫ്. അതെ, പിന്നെ ഇതിന് പഠിക്കണോ അല്ലെ നമ്മള് 4 കൊല്ലം മെനക്കെട്ടിട്ട്? അതെ, അതൊരു എഞ്ചിനീയറിംഗ് ലൈഫിൽ തന്നെ ഒരു വേറൊരു ഫീലിംഗ്. ഇപ്പൊ നമ്മളെ ക്യാമ്പസ് നോക്കിയാല് ഒരു എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഇപ്പൊ മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഒരു 4 years ക്യാമ്പസ് ലൈഫ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും എല്ലാം പഠിക്കും. അവിടെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിതം മൊത്തത്തിൽ പഠിക്കും. കാരണം ഈ സപ്ലി ഉള്ളവരാണെങ്കിൽ അത് എഴുതി എടുക്കണം സംഭവം. അവിടെ പഠിപ്പിച്ചാൽ മാത്രം പഠിച്ചിട്ടില്ല. അതെ, അവിടെ പഠിപ്പിച്ചാൽ മാത്രം പഠിക്കില്ല, ജീവിതം മൊത്തത്തിൽ പഠിക്കും. അതാണ് ക്ലാസ്സിൽ നിന്നേക്കാളും ക്ലാസ്സിന്റെ പുറത്താണ് നമ്മള് കാര്യങ്ങൾ പഠിച്ചത് അല്ലേ? ഞാന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില മാസം പകുതിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് അയച്ചിരുന്ന കാശ് തീരുമല്ലോ. അതിപ്പോൾ 2-3 ദിവസത്തേക്ക് നമ്മൾ തീർക്കുമല്ലോ. അപ്പം നമ്മളൊരു 10-11 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ ഫ്രണ്ട്സ്. അപ്പം അപ്പം നമ്മൾ ഇച്ചിരി ഈ പറഞ്ഞ പോലെ വലിയ പഠിക്കാത്ത പിള്ളേരാണ് ആക്ച്വലി. അപ്പം അപ്പുറത്ത് പഠിക്കുന്ന അതെ ബാക്ക് ബെഞ്ചേഴ്സ് മാത്രമല്ല, നമ്മൾ പോകാത്ത ഈ പറഞ്ഞ ഹാഫ് ഡേ ഒക്കെ പോകുന്നവരൊക്കെ ആയിരുന്നു. അപ്പൊ ഈ 15 ദിവസമൊക്കെ ഇപ്പൊ കാശ് തീരുമല്ലോ എല്ലാവരുടെയും. അപ്പം നമുക്ക് നമ്മളുടെ കലാപരിപാടികളൊക്കെ കണ്ടിന്യൂ ചെയ്യണമല്ലോ. അതിന് മാത്രം ഒരു മുടക്കം പാടില്ലല്ലോ. അപ്പൊ എന്റെ ജോലിയായിരുന്നു ഫണ്ട് റെഡിയാക്കൽ കൃത്യമായിട്ട്. പക്ഷെ നമ്മുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ വാങ്ങിക്കുന്നത് പറഞ്ഞ ദിവസം റിട്ടേൺ ചെയ്യും. അത് ഭയങ്കര കറക്റ്റാണ്. അപ്പൊ ഞാൻ അപ്പുറത്ത് പഠിക്കുന്ന ഒരു സെക്ഷൻ, അവര് നമ്മുടെ ഗുഡ് ഫ്രണ്ട്സ് ആണ്, ഇല്ലാതെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് അവർ പറഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു അലമ്പുകളൊന്നുമില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം അന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഞാൻ 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനുണ്ടോ ഇല്ലോ എന്ന് പറയുമല്ലോ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 200 രൂപ തരാമോ എന്ന് ചോദിക്കും. പിന്നെ അപ്പൊ അങ്ങനെ പിന്നെ അത് മനസ്സിലായി. പിന്നെ അവര് ചില്ലറ ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയാതെ അല്ല ഇപ്പൊ പെട്ടെന്ന്. അപ്പോ അതാണ് നേരത്തെ പറഞ്ഞ പോലെ ലവ് ആക്ഷൻ ഡ്രാമയുടെ സമയത്താണെങ്കിൽ പോലും ഒരു പ്രൊഡ്യൂസർ എന്ന ലെവലിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തത് അല്ലെ? ആ ഒരു സ്കില്ലാണ് വളരെയധികം. നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിലെ ഫ്രണ്ട്സ് ആണെങ്കിലും ക്യാമ്പസിലെ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. അതില് എന്റെ കൂടെ പഠിച്ച ക്യാമ്പസിലെ ഒരു ഫ്രണ്ടും കൂടെയാണ് കോ പ്രൊഡ്യൂസ് ചെയ്തത്.
അപ്പം അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസ് നോക്കിയാണ് ഇപ്പൊ 4-5 പേര് എഴുതി തള്ളിയ കേസുകളുണ്ട്. അതിലൊരാൾ IPS ഓഫീസറാണ്, അഖിലേഷ് എന്ന് പറഞ്ഞിട്ട്. ആ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് നമ്മൾ ആരും വിചാരിച്ചത് പുള്ളി ഒരു IPS ഓഫീസറാണ്. വേറൊരു ഫ്രണ്ട് ദോഹയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം എല്ലാവരും ലൈഫിൽ സെറ്റിൽ ചെയ്തു ഫ്രണ്ട്സ്. അത് നമുക്കൊരു സന്തോഷമാണ് അത് ആലോചിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സിനിമയിലായി ഇരുന്ന സമയത്ത് ചിലപ്പോൾ അത് മറന്നിരിക്കും. ഞാൻ ഈ മാർച്ചിലാണ് ആക്ച്വലി ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ ഈ നൊസ്റ്റാൾജിയ കാര്യം, നമ്മൾ പണ്ട് പോയിരുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, ആംബ്രോസിയ അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ തിയേറ്ററിൽ ശ്രീമാ തിയേറ്ററിൽ പണ്ട് ഇപ്പോഴും ഓൺലൈൻ സർവീസ് എല്ലാം വന്ന ആ സമയത്തെല്ലാം ക്യാമ്പസിൽ നമ്മളെല്ലാം ഉച്ചയ്ക്കെല്ലാം കട്ട് ചെയ്തിട്ട് അവിടെ പോയി ഒരു പടം കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മെമ്മറീസ് എല്ലാം ആക്ച്വലി ലോക്ക്ഡൗൺ ടൈമിൽ ഒന്ന് റീകളക്ട് ചെയ്തപ്പോൾ ഓക്കെ കോളേജ് ലൈഫ് വാസ് ഫൺ. ആ ഒരു റിലാക്സ് ഉള്ള സമയം പിന്നെ കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഫണ്ടാസ്റ്റിക്കിന്റെയും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടിങ്ങിന്റെ ഒരു സീക്രട്ട് ഒരു പക്ഷേ അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെയൊക്കെ സിനിമയിലുള്ള വരവും എക്സിസ്റ്റൻസും എല്ലാം ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അപ്പം ഓസം. അപ്പോ അങ്ങനെയുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കാലഘട്ടം തന്നെയായിരിക്കും ഇനി നിങ്ങളുടെ സിനിമയിൽ ഇപ്പൊ വരാനിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം അല്ലെ? ഇപ്പൊ പ്രണയം പറഞ്ഞു, ഇനി അങ്ങനെയുള്ള സിനിമകൾ പ്രതീക്ഷിക്കാമോ? ഡെഫിനറ്റ് ആയിട്ട് ഒരെണ്ണമുണ്ട് ഹൃദയം. ഇപ്പം സ്ക്രിപ്റ്റ്സ് ആക്ച്വലി ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഓക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കുറച്ചും കൂടെ ഇപ്പം പിള്ളേർ ഇപ്പൊ എഴുതുമ്പോഴും ഫസ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം അവരുടെ ലൈഫിൽ സംഭവിച്ച കുറെ കാര്യങ്ങളായിരിക്കും സ്ക്രിപ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. അപ്പം ഇപ്പൊ നോക്കിയാൽ എഞ്ചിനീയറിംഗ് ലൈഫിൽ ഒരു ഇഷ്ടം പോലെ വന്നു പോയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നോക്കിയാൽ ഈ ലവും കോളേജ് ലൈഫും വന്ന പടങ്ങളെല്ലാം മെജോറിറ്റി ഹിറ്റാണ്. ഇപ്പൊ അനീതി പ്രാവാണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, പ്രേമം അല്ലെങ്കിൽ കാരണം എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഇഷ്ടമോ, എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമോ, എല്ലാവർക്കും ലവ് ഇഷ്ടമോ, എല്ലാവർക്കും ബാക്ക് ടു ദാറ്റ് ഒരു മെമ്മറി ഉള്ള ഡേയ്സിൽ പോണത് ഭയങ്കര ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും കോളേജ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. യെസ്, സൂപ്പർ. അപ്പോ ഇനിയിപ്പോ നമുക്ക് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഉടലെടുത്ത ഒരു സൃഷ്ടി വരാനിരിക്കുകയാണ്. സാജൻ ബേക്കറിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാനുള്ളൊരു ആഗ്രഹം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. എന്താണ് സാജൻ ബേക്കറി സിൻസ് 1962? സാജൻ ബേക്കറി തന്നെയാണ് കഥയിലെ ഒരു മെയിൻ ഫാക്ടർ. ആ ബേക്കറിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് എൻ്റെയും ലെനയുടെയും 2 ബ്രദറും സിസ്റ്ററും ക്യാരക്ടേഴ്സ്. എൻ്റെ ചേച്ചിയായിട്ടാണ് പുള്ളിക്കാരി. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിൽ കാണിച്ചു തന്നെയായിരുന്നു. നമ്മളിപ്പോൾ പാട്ടിറക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ട്രെയിലർ തന്നെയാണല്ലോ, ഒരു ഫുൾ പടം തന്നെ ഉണ്ടല്ലോ. അത് പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്ന പാട്ടാണ് ആക്ച്വലി സ്പീക്കിംഗ്. അപ്പോൾ അതിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഇവരുടെ ഒരു നമ്മൾ ഈ ചേച്ചി അനിയനൊക്കെ പറയുമ്പോൾ നമുക്ക് സിനിമകളിൽ നമുക്ക് പറയാം ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ ചെറിയ അടിയും പിടിയൊക്കെ ഉണ്ടാവും ഏത് സിബ്ലിങ്സിൻ്റെ ഇടയിൽ. ഇവിടെ അത് ഇച്ചിരി കൂടുതലാണ് മാത്രം. ഒരു സിബ്ലിംഗ് റൈവലറി എന്നൊരു മൂഡിലാണ് എൻ്റെ ക്യാരക്ടർ നിൽക്കുന്നത്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക്. ഈ പറഞ്ഞ അപ്പനാണ് സാജൻ, അവർ മരിച്ചുപോയി അപ്പനും അമ്മയും. അപ്പം അവരിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് ഈ ബിസിനസ്, ഫാമിലി ബിസിനസ്. പക്ഷെ പുള്ളിക്ക് ഓസ്ട്രേലിയയിലോട്ടൊക്കെ പോകണമെന്നാണ്. അപ്പോൾ അതിനൊരു തടസ്സമായിട്ടാണ് ചേച്ചി നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിന്റെ എൻട്രി വരുന്ന അവിടെ നിന്ന് സിനിമ മുമ്പോട്ട് പോവാണ്. ഓക്കെ ഓക്കെ. എന്നാലും കഥയുടെ ചെറിയൊരു തുമ്പ് കേട്ടപ്പോൾ തന്നെ ഒരു രസമുണ്ട്. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ അതാണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. ഫാമിലി ഫിലിമാണ്. അതൊരു ഭയങ്കര കോമഡി സ്ലാപ്സ്റ്റിക് പടമല്ല. ഫാമിലി ബിസിനസ്സും കൂടെ വെക്കുന്നുണ്ട്. ബിസിനസ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇത് ആക്സസ് ചെയ്യാനും കൂടെ എളുപ്പമായിരിക്കും. ഈ സിബ്ലിങ്സ് റൈവലറി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ചേട്ടനും അനിയത്തി അല്ലെങ്കിൽ ചേച്ചിയും അനിയത്തിയും ഉള്ള സ്ഥലത്തെല്ലാം കാര്യങ്ങളാണ്. അതിന് വേറൊരു മാനം വിശാഖം കൊടുത്തു. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ അല്ല, അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ആയിരിക്കാം. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവന്റെ ബേക്കറി ഉണ്ട് കോഴഞ്ചേരിയിൽ, സെന്റ് ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ നമ്മളോട് എഞ്ചിനീയറിംഗ് പഠിച്ച എന്റെ റൂംമേറ്റ് ആയിരുന്നു ഹോസ്റ്റൽ. അപ്പൊ അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവൻ എഞ്ചിനീയറായിട്ട് പാഴായി പോയൊരു വീണ്ടും ഒരു പ്രതിഭയാണ്. ഇപ്പം ലോകം മുഴുവൻ UK പോയി പഠിച്ചു, മാസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്തു. വീണ്ടും തിരിച്ച് 3 വർഷം മുമ്പ് അപ്പൻ്റെ ബേക്കറി ഏറ്റെടുത്ത് ഇപ്പം നടത്തുന്നു. അപ്പൊ അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ വിശാഖ് പറഞ്ഞ ഒരു ആംഗിൾ എനിക്കിപ്പോ അത് പിടികിട്ടി. ഒരു ഫാമിലി ബിസിനസ്സിന് എപ്പോഴും അതിൻ്റെതായ വേറൊരു
അട്രാക്ഷൻ. ആ കുടുംബത്തിന്റെ വേരുകളെ നിലനിർത്താൻ ആ ബിസിനസ്സിന് എപ്പോഴും ഒരു ഫാക്ടറാണ്. അതിപ്പോ എനിക്കത് നിലനിൽക്കാൻ പറ്റില്ല, ബിക്കോസ് എനിക്കൊരു ഫാമിലി ബിസിനസ് ഇല്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് അവൻ പറഞ്ഞപ്പം ആ ആംഗിൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇല്ല, സാധാരണ ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അപ്പൊ പറഞ്ഞ ആദ്യം നീ വാ നമുക്ക് തിയേറ്റർ ബിസിനസ് എല്ലാം നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹപൂർവ്വമായിരിക്കും വിളിക്കുന്നത്, വിളിച്ചവരെ ഇരുത്തണം. പിന്നെ നമ്മുടേതായിട്ടുള്ള കുറെ ഇത് കാണും, ടെക്നോളജി ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഐഡിയാസ് എല്ലാം. പിന്നെ ആലോചിക്കും ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ബാക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിലോ. ഇതായിരിക്കും പൊതുവെ ഫാമിലി ബിസിനസിന്റെ ഇതിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. അതിനിടയ്ക്ക് സിബ്ലിങ്സ് ആയിട്ട് ഇപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്തപ്പോ ഈസിലി ബിസിനസ് നടക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്ന കുടുംബത്തിൽ ഒരു ബ്രദർ സിസ്റ്റർ 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 ബ്രദർ ബ്രദർ അവർക്കെല്ലാം ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയത്. ഓക്കെ ഓക്കെ, കൂൾ കൂൾ കൂൾ. അപ്പൊ പല പല എന്താ പറയാ ചെറിയ ചെറിയ രസകരമായ ലെയറുകളും ഉണ്ട് കഥയില്. തീർച്ചയായിട്ടും ബന്ധങ്ങളാണ് ബേസിക്കലി. അധികം കഥാപാത്രങ്ങളില്ല, പക്ഷെ ഉള്ള കഥാപാത്രങ്ങളുടെ ബന്ധങ്ങൾ വളരെ സത്യസന്ധമായി തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പാട്ട് കണ്ട ഒരു താളമേ അതിനുള്ളൂ. അതിനേക്കാളും ഫാസ്റ്റർ ഒരു താളമല്ല, സ്ലോവറും അല്ല. ഈ ഒരു താളത്തിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. എപ്പോഴേക്കും കാണാൻ പറ്റും നമുക്ക്? ഞാനും ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫൈനൽ ഔട്ട്. അപ്പോ ഒരു അനൗൺസ്മെന്റ് എന്തായാലും പ്രതീക്ഷിക്കുന്നു. എന്താ പറയാ, നമ്മളിപ്പോ ഇറക്കാൻ കാരണം വേറൊന്നുമല്ല, ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടും കോവിഡ് ഒക്കെ ആയിട്ടും കഴിഞ്ഞ 6 മാസമായിട്ട് നമുക്ക് ചുറ്റും കേൾക്കുന്നത് എപ്പോഴും വളരെ അത്ര സന്തോഷകരമല്ലാത്ത വാർത്തകളാണ്. അപ്പം ഓണത്തിന് ഞാൻ TV കണ്ടപ്പം എനിക്ക് ഒരുപാട് കളർഫുൾ പ്രോഗ്രാംസ് കണ്ടപ്പം ആഘോഷങ്ങളില്ലാത്തൊരു ഓണമായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷെ ഈ പ്രോഗ്രാംസ് എല്ലാം കണ്ടപ്പം ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഒരു എനർജിയും ഫീൽ ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അപ്പോഴാണ് ഇത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ വിശാഖ് പറഞ്ഞത്, വിശാഖ് കുറേ നാളായിട്ട് കണ്ടന്റ്സ് ഇറക്കാമെന്നതിനെ കുറിച്ച് പറയായിരുന്നു. അവൻ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുവാണ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു വിഷ്വൽ കാണുമ്പോൾ. അപ്പം അതായിരുന്നു നമ്മളിപ്പോൾ ഇത് ഈ കണ്ടന്റ്സ് ഇറക്കാൻ തീരുമാനിച്ചത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാ കുടുംബങ്ങളിലും അംഗങ്ങളെല്ലാവരും ഉണ്ട്, വിദേശത്തും അയൽ സംസ്ഥാനത്തു നിന്നൊക്കെ. അപ്പോൾ അവരെല്ലാം കൂടി ഒരു ഫാമിലി ബോണ്ടിങ് കൂടിയിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും. അപ്പോൾ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ് നമ്മുടെ, ബിക്കോസ് ഇറ്റ്സ് എ പ്യുവർലി ഫാമിലി ഫിലിം. അതിൽ ഒരു രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റി ഇല്ല, അതിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ അശ്ലീലമില്ല, ഫോഴ്സ്ഡ് ഹ്യൂമർ ഇല്ല, ഈ പറഞ്ഞ പോലെ മദ്യപാനം അങ്ങനെയുള്ള അതൊക്കെ സിമ്പിൾ ക്യൂട്ട് ഫാമിലി, ആരും മോശം പറയാതെ ഇഷ്ടപ്പെട്ടു പോകണ ഒരു പറ്റും. നമ്മൾ വലിയ അവകാശം പ്രാമം ഒരു വാഗ്ദാനം ഒന്നും പറയണില്ല, നമ്മൾ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുള്ള ഒരു പടം. ഇനി അവസാനം നമ്മള് അവകാശം പ്രാമം എന്നൊക്കെ പറഞ്ഞല്ലോ, കൂടുതൽ വെള്ളമടി സിഗരറ്റ് എല്ലാം ആണെന്നാണ്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ കൂടുതൽ ഫുഡ് കൊടുക്കാന്ന് ഓർത്തു. അടിപൊളി. അപ്പോ ഇനിയിപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ടാവും. അവരുടെയും മനസ്സിൽ, മിക്ക ആൾക്കാരുടെയും മനസ്സിൽ നിങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും അവരുടെ ഐഡൽസ് ആയിട്ട് വരുന്നത്, കാരണം സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരുടെ ഇടയിൽ. അപ്പോ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? അങ്ങനെയുള്ള ഒരുപാട് ബിടെക് വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടാവും, എന്താണ് അവരോട് പറയാനുള്ളത്? ഒരു കാര്യം പറയാനുള്ളൂ, സിനിമയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒന്ന് ആദ്യം എടുക്കണം. അതൊരു ഏറ്റവും ഒരു കാരണം, നമുക്ക് ഏത് ഫീൽഡിൽ പോയാലും ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുന്ന എന്നും ഒരു എക്സ്ട്രാ ബോണാണ് നമുക്ക്. ഇപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊന്നും ചെയ്യണില്ല ഇപ്പം, ബട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, നമ്മൾ ഒരു കാര്യത്തിന് ഏറ്റെടുത്തിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെന്ന് പറയുന്നത്, ആ കോൺഫിഡൻസ് ലെവൽ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയുന്നില്ല. അതായത് നമുക്കൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് അത് എത്തിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പം ഞങ്ങൾക്ക് സപ്ലി ഉണ്ടായിട്ട് ഒരു 15-20 പേപ്പർ ഇട്ട് പോരുന്നെങ്കിൽ അതൊരു കോൺഫിഡൻസ് ലെവലിലാണ്. എന്നും അത് നമ്മൾ തുടങ്ങിയ ഒരു കാര്യം ഒരു ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു സംഭവമുണ്ട്. അപ്പം അന്ന് തൊട്ട് പിന്നെ ഞാൻ സിനിമ തിയേറ്ററിൽ ചാർട്ട് ചെയ്യുമ്പോഴും ഞാൻ ലാസ്റ്റ് മൊമെന്റ് വരെ നോക്കും ആ പടം തിയേറ്ററിൽ കിട്ടാൻ വേണ്ടി, എനിക്ക് അത് വേണമെങ്കിലും. അപ്പം അത് ഈ എഞ്ചിനീയറിംഗിന്റെ ഒരു ഫാക്ടർ അതെനിക്ക് എപ്പോഴും ഉണ്ട്. അതായത് ഞാൻ പേപ്പർ എഴുതിയെടുത്തു, എനിക്ക് പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്തു,
പിന്നെ ഞാൻ ഇപ്പോൾ സിനിമ ഫീൽഡിൽ വന്നപ്പോഴും തിയേറ്ററിൽ ഇപ്പം ചില പടങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ ട്രൈ ചെയ്യും, എന്നിട്ടേ അത് എടുത്തുള്ളൂ. അപ്പോൾ അതേപോലെ ലവ് ആക്ഷൻ ഡ്രാമ ഞങ്ങൾ 1.5-2 years ഇങ്ങനെ പോയിട്ട് ചില സമയത്ത് നമുക്ക് നടക്കുമോ ഇല്ലയോ, ഡേറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ബട്ട് അതേപോലെ നമ്മുടെ പ്ലാൻ റിലീസ് ഒരു ഓണം റിലീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 2019 ഓണം ജാനുവരി ഷൂട്ട് തുടങ്ങി. പക്ഷെ അതിൽ കുറേ ഒരു 70-75% വെളിയിൽ ആൾക്കാർ പറഞ്ഞ് പടം ഓണത്തിന് എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഓണത്തിന് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നിയത് ഈ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുണ്ടല്ലോ, ഒരു പോസിറ്റീവ് തോട്ടും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും, അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കല്ല, നമ്മൾ ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വേറെ വശം. പോയാ പോട്ട്, പക്ഷെ നമ്മൾ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ശ്രമിക്കുക മൊത്തത്തില്. കാരണം എഞ്ചിനീയറിംഗ് കാണിപ്പം നമുക്ക്, ഞാനല്ല മാത്തമാറ്റിക്സ് കുറെ ഒരു 4 സെമിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ 4 മാത്സ് 4 ഡ്രോയിങ് ആയിരുന്നു. ഇത് ഞാൻ എങ്ങനെ എഴുതിയെടുത്ത് പോകുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് വേണ്ടി ട്യൂഷൻ ക്ലാസ്സിൽ പോയി, അല്ലെങ്കിൽ ആ മെത്തേഡ് ഞാൻ പഠിച്ചു, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി. പക്ഷെ കറക്റ്റ് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഒരു മാസം ആ പഠിച്ചൊരു സംഭവത്തിൽ പാസ്സായി കിട്ടി. അപ്പം ഇപ്പൊ പറ്റാത്തൊരു കാര്യം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ. അതേപോലെ ഇപ്പം ഞങ്ങൾ ലവ് ആക്ഷൻ ഡ്രാമ ഏറ്റവും വലിയ ഇപ്പം നയൻതാര, ന്യൂൻ പോളി ജോമോ ഒരു ഏറ്റവും ബെഞ്ച് മാർക്കുള്ള ഒരു പടം ചെയ്തു. അപ്പം ഇപ്പൊ നമുക്ക് ഏത് പടം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഞാനും ഇപ്പൊ ഏത് പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു. സൂപ്പർ സൂപ്പർ. കേട്ടപ്പോ എനിക്ക് ഒരു ആവേശം, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി എന്നുള്ളതാണ്. ആവേശം വേണ്ടേ? അതെ അതെ, വേണം വേണം. അപ്പോ അങ്ങനെയുള്ള ബ്രോസ് കുറച്ച് പേര് എടുക്കുന്ന ഒരു സിനിമ നമ്മളെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഇവർക്കും എന്താ പറയുക, എഞ്ചിനീയറിംഗ്, നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് നഷ്ടമാണെങ്കിലും മലയാള സിനിമാ മേഖലയിൽ ഇവരിപ്പോൾ വെന്നിക്കൊടി പറിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ തുടരട്ടെ. താങ്ക്സ് ലോട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് രണ്ടുപേരും.